ശ്രീ ജോസഫ് വിജയനും ഞാൻ ഇന്ന് ചെന്നൈ നെഹ്റു സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിനാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകൾ തകർത്ത് ദളപതി വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. വെറും ഒരു നടനിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയിലേക്കുള്ള ഈ യാത്ര ലോകം കണ്ട ഏറ്റവും വലിയ പ്ലാനിങ്ങിന്റെ വിജയം തന്നെയാണ്. ഈ മനുഷ്യൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഈ കസേരയിൽ വിജയകരമായി ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 2013 തലൈവ എന്ന അദ്ദേഹത്തിന്റെ സിനിമയുടെ റിലീസ് അടഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ടുവന്ന് സംസാരിക്കാൻ വേണ്ടി വിജയ് കൊടൈക്കനാലിൽ പോയി. പക്ഷേ മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. I'm waiting എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയിലെ ഡയലോഗൊക്കെ ഓർക്കേണ്ടത് ഇപ്പോഴാണ്. എന്തുകൊണ്ട് ഇതൊക്കെ എനിക്ക് നേരിട്ട് ലീഡ് ചെയ്തുകൂടാ എന്ന ചിന്ത അവിടെ തുടങ്ങിക്കാണും. പരിഹസിച്ചവരുടെയും തടഞ്ഞവരുടെയും മുന്നിലൂടെ ഇന്ന് അതേ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് വിജയ് നടന്നു കയറുമ്പോൾ ഇതൊക്കെ കാലത്തിന്റെ മധുര പ്രതികാരമാണ്. തിരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണമായിരുന്നു. പക്ഷേ വിജയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അവിടെയും വിജയിച്ചു. കോൺഗ്രസ്, VCK, ഇടതുപക്ഷ കക്ഷികൾ എന്നിവരുടെ പിന്തുണയോടെയുള്ള വിജയുടെ കരുത്തിപ്പോൾ 120 ആയി ഉയർന്നു. ഈ വിജയം പെട്ടെന്ന് അങ്ങോട്ടുണ്ടായതൊന്നുമല്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ ഒരു കഠിന പ്രയത്നം തന്നെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായി വിജയ് മക്കൾ ഏകം വഴി അയാൾ സൈലന്റായി പണിയെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഫാൻസിനെ തന്നെ സേവന പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയക്കാരായി പരുവപ്പെടുത്തി. 2014 കതിരേശനായും ജീവാനന്ദനുമായി കത്തി എന്ന സിനിമയിലൂടെ കർഷക ആത്മഹത്യയും അഴിമതിയും സംസാരിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു രക്ഷകൻ എന്ന ഇമേജ് ഉറപ്പിച്ചു. ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞിറങ്ങുമ്പോൾ വിജയ് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്: ഇത് ജനങ്ങളുടെ വിജയം. തൻ്റെ കൊച്ചു ആരാധകർക്കും സ്ത്രീകൾക്കും വേണ്ടിയാണ് അദ്ദേഹം ഈ വിജയം സമർപ്പിച്ചത്. പക്ഷേ രാഷ്ട്രീയം മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലെ സിനിമാ പ്രേമികൾക്ക് വലിയ ഒരു നഷ്ടം ഇനി ഉണ്ടാകാൻ പോകുന്നത് സ്ക്രീനിലാണ്. നമുക്കിനി ആ ദളപതി വിജയുടെ ആ ഒരു മാസ് അത് സ്ക്രീനിൽ കാണാൻ കഴിയില്ലല്ലോ. പുള്ളിയുടെ അവസാന സിനിമ ജനനായകൻ അതിപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങളാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. പഴയ ഗവൺമെൻറ് വിജയെ ഭയന്ന് അടിച്ചമർത്താൻ നോക്കിയ ആ സിനിമ ഇനി എന്തായാലും വൈകാതെ തന്നെ റിലീസാകും. ഇനി ആ പടം റിലീസാകുമ്പോൾ കേവലം വിജയ് എന്നുള്ള ഒരു സിനിമാ നടൻ്റെ മൂവിയായിട്ട് മാത്രമാവില്ല റിലീസാകുക, മറിച്ച് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ടൈറ്റിൽ കാർഡോട് കൂടെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ പോലും ഈ സിനിമ റിലീസാവുന്ന സമയത്ത് ഒരു പൂരപ്പറമ്പ് ആവാനുള്ള സാഹചര്യമുണ്ട്. ഇനി ആ സിനിമ എപ്പോൾ ഇറങ്ങിയാലും കുഴപ്പമില്ല, എവിടെ ഇറങ്ങിയാലും ഞാൻ പോയി കാണും. കാരണം രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പണ്ടേ വിജയുടെ ഒരു ഡൈഹാർഡ് ഫാനാണ്. പുള്ളിയുടെ ആ സ്ലോ മോഷൻ വാക്കിങ്ങും സ്റ്റൈലും സ്ക്രീനിൽ കാണുന്ന ആ ഒരു സുഖം അത് വേറെ തന്നെയല്ലേ. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു ആരാധകൻ എന്ന നിലയിൽ കണ്ണു നിറഞ്ഞുപോയി. നിങ്ങളിൽ എത്ര പേർ എന്നെ പോലെ ആ ഫസ്റ്റ് ഡേ ഷോക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളിൽ എത്ര പേർ എന്നെ ഉപേക്ഷിച്ചാലും ആ ഫസ്റ്റ് ലവ് മാറ്റാൻ എനിക്ക് കഴിയില്ല എന്ന് വിജയ് ആരാധകരോട് പറയുന്നത് വെറുതെ അല്ല. സിനിമ എന്ന മായാലോകം വിട്ട് തമിഴ്നാടിൻ്റെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വിജയ് എടുത്ത ആ ഒരു തീരുമാനം വെറും ഒരു രാഷ്ട്രീയ പ്രവേശനമല്ല. എനിക്ക് തോന്നുന്നത് അതൊരു ജനതയോടുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായിട്ടാണ്. കാരണം ഒരു സിനിമയ്ക്ക് 200 കോടിയിലധികം പ്രതിഫലം വാങ്ങുന്ന ഇദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ്. തൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനത്തിൽ നിൽക്കുന്ന ഈ സമയത്താണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇനി സിനിമയില്ല, ഇനി ജനങ്ങൾക്കൊപ്പം മാത്രം എന്ന്. വിജയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ മുൻഗണന സ്ത്രീകൾക്കാണ് കേട്ടോ. റാണി വേലു നാച്ചിയാർ ഫോഴ്സ് എന്ന പേരിൽ 5000 സ്ത്രീകളുടെ പ്രത്യേക സുരക്ഷാ ടീമുകളെയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ AI അധിഷ്ഠിത മോണിറ്ററിംഗ് സിസ്റ്റവും സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്രയും അദ്ദേഹം ഉറപ്പു നൽകുന്നു. തൻ്റെ വീട്ടിലെ പെൺകുട്ടികളെ പോലെ തന്നെ ഓരോ സ്ത്രീയെയും സംരക്ഷിക്കുമെന്ന ദളപതിയുടെ ആ വാക്ക് വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക് നൽകുന്നത്. യുവാക്കളെ കൂടെ നിർത്താൻ വിജയ് തിരഞ്ഞെടുക്കുന്നത് വിദ്യാഭ്യാസമാണ്. 20 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വിദ്യാഭ്യാസ വായ്പ എന്ന TVKയുടെ വാഗ്ദാനം വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിടും. ഓരോ വർഷവും കൃത്യമായി സർക്കാർ നിയമനങ്ങൾ നടത്തുമെന്നും ലഹരിമുക്തമായ ഒരു തമിഴ്നാട് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ഉറപ്പു പറയുന്നു. സിനിമയിൽ കർഷകർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന നായകനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ കർഷകർക്കായി ലാഭകരമായ താങ്ങുവിലയും കടം എഴുതിത്തള്ളലും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഭക്ഷണം നൽകുന്നവന് പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ലളിതമായ തത്വമാണ് വിജയുടെ കാർഷിക നയം. 2024 ഫെബ്രുവരിയിൽ തമിഴക വെട്രി കഴകം രൂപീകരിക്കുമ്പോൾ പലരും കരുതി, ഞാൻ പോലും, ഇതൊരു താൽക്കാലിക ആവേശം മാത്രമാണെന്ന്. എന്നാൽ വിക്രമവാണ്ടിയിലെ ആ മഹാസമ്മേളനം കണ്ടവർക്ക് മനസ്സിലായി ഇത് വെറും ഒരു പാർട്ടിയല്ല, ഇതൊരു വിപ്ലവമാണെന്ന്. മഞ്ഞയും ചുവപ്പും കലർന്ന ആ പതാക തമിഴ് മണ്ണിൽ ഉയർന്നു പറക്കുമ്പോൾ
ഓരോ തമിഴനും കണ്ടത് ഒരു പ്രതീക്ഷ തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികൾ വിജയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും പാലിക്കുന്ന ഒരു മൗനമുണ്ട്. എന്നെ തകർക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ കൂടുതൽ കരുത്തോടെ തന്നെ തിരിച്ചു വരും എന്ന് പറയാതെ പറയുന്ന ആ മൗനം, ആ പുഞ്ചിരിക്ക് പിന്നിൽ വലിയൊരു പ്ലാനിംഗ് ഉണ്ടെന്ന് ഇന്ന് ശത്രുക്കൾ ഭയക്കുന്നുണ്ടാവും. വിജയ് എന്ന ആ പേര് ഇന്ന് തമിഴ്നാടിൻ്റെ ഹൃദയമിടിപ്പ് മാത്രമല്ല, അവരുടെ ഒരു പ്രതീക്ഷ കൂടിയാണ്. സിനിമയിലുണ്ടാകുന്ന ആ മാസ് ഹീറോയിസം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലും ഇനി ഉണ്ടാവട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം. ദളപതി മാറി ഇനി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയ് എന്ന കാലമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിജയ് തമിഴ്നാടിൻ്റെ പുതിയ ചരിത്രം കുറിക്കുമോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.